സംഭവം കൈദിയാക്കാനാണ് അവർ ശ്രമിച്ചത്, പക്ഷെ കിട്ടിയത് പോലെയായിപ്പോയി. ജയം രവി നായകനായെത്തി ഈ വർഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുള്ള സൈറൻ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടാൻ സാധിക്കാതെ പോയിട്ടുള്ള ഒരു സിനിമയാണ് OTT ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ഹോട്ട്സ്റ്റാർ വഴി. വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. ജയിലിൽ നിന്ന് വരുന്ന നായകൻ, അത് മതിയല്ലോ. ജയിലിൽ നിന്ന് വരുന്ന നായകൻ എന്ന് പറയുമ്പോൾ വൻ പവർഫുൾ ആയിരിക്കും, അയാൾ ഭയങ്കര ഫ്ലാഷ് ബാക്കുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. ഈ നായകൻ്റെ കൂടെ ഒരു സൈഡ് കിക്ക് ക്യാരക്ടർ, ഈ നായകന് പിന്നാലെ എപ്പോഴും ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് കഥാപാത്രം, തുല്യ നായിക പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് ഈ പോലീസ് കഥാപാത്രം ഒരു നായികയ്ക്ക് കൊടുത്ത്, പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് റിവെഞ്ച്, ഫ്ലാഷ് ബാക്ക്, അതിൽ കുറേ ട്വിസ്റ്റ്, ടേൺസ്, സസ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് വെച്ച് ഇങ്ങനെ കൂട്ടിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജയിലിൽ നിന്ന് വരുന്ന നായകനും ഫ്ലാഷ് ബാക്കും മകളോടുള്ള സ്നേഹവും അങ്ങനത്തെ പാസം സംഭവങ്ങളും സെറ്റപ്പ് ഒക്കെ ആയിട്ട് പലയിടത്തും ഈ സിനിമ കൈദി പോലെ ആക്കാനാണ് ശ്രമിച്ചതെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. സംവിധായകന്റെ പേര് ലോകേഷ് കനകരാജന് പകരം ആന്റണി ഭാഗ്യരാജൻ ആയിപ്പോയി. സംഭവം ക്ലീഷേ സ്റ്റോറി എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ ക്ലീഷേ സ്റ്റോറീസ് ഒക്കെ വെച്ചിട്ട് നല്ല നല്ല സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം സ്ക്രീൻ പ്ലേ ആണ്. ഈ സിനിമയിലെ നായകന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് പുള്ളി പരോളിന് വരികയാണ്. നമ്മൾ കാണുന്നത് നായകനെ ഒരു പോലീസ് വണ്ടി, ഒരു ബസ്സിൽ പുള്ളീനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കി വിടുകയാണ് വീടിന്റെ മുറ്റത്ത്. തിരിച്ചു പോകാനും ഈ പുള്ളീനെ വീടിന്റെ മുറ്റത്ത് ഒരു പോലീസ് ജീപ്പും ഒരു പോലീസ് വണ്ടി വലുതൊക്കെ വന്നിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ പോകും. എനിക്ക് ഒട്ടും ലോജിക്കലായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ പടത്തിലുള്ള ഒന്നിനും ലോജിക്കില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ലോജിക് മിസ്റ്റേക്ക് ഒക്കെ ഒഴിവാക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് മുഴുവൻ പോകുന്നത്. ഈ സ്ക്രീൻ പ്ലേയിൽ അഭിനേതാക്കളെ കുറേ പേരെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ജയം രവി ഒരു ഗംഭീര ആക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. പുള്ളിയുടെ കോമിക് ടൈമിംഗ് ആയാലും ആളുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഒരു ചവറ് ക്യാരക്ടർ, ആളിങ്ങനെ വെറുതെ വരുന്നു, ഇങ്ങനെ നോക്കുന്നു, ആളുടെ സ്റ്റൈലിൽ ഒരു ഡയലോഗ് പറഞ്ഞു പോകും, അത്രേ ഉള്ളൂ. ഇടയ്ക്ക് 1-2 ഫൈറ്റൊക്കെ ഉണ്ട്. ഫൈറ്റും വലിയ പറയാൻ മാത്രമൊന്നുമില്ല. അപ്പോഴത്തെ മെയിൻ ലീഡായിട്ട്, ഫീമെയിൽ ലീഡായിട്ട് വരുന്നത് കീർത്തി സുരേഷാണ്. ഒന്നും ചെയ്യാനില്ലാത്തൊരു പോലീസുകാരി. ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ഈ കുട്ടിക്ക് മിഠായി അടഞ്ഞു പോയ പോലത്തെ എക്സ്പ്രഷനോട്ട് ഇങ്ങനെ നിൽക്കാനുള്ളൊരു പോലീസുകാരി. ഇതേ സമയത്ത് കോമഡിക്കായിട്ട് യോഗി ബാബുവിനെ കയറ്റിവിട്ടിട്ടുണ്ട്. കാണുന്നവർക്ക് ട്രാജഡി ആവാതിരിക്കാനുള്ള ഒരു ശ്രമം പോലും അവിടെ കാണുന്നില്ല. പിന്നെയും കുറേ ആളുകളൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. വലിയ രീതിയിൽ മെച്ചമെടുത്ത് പറയാൻ പെർഫോമൻസ് ഒന്നും. കുറച്ച് പാട്ടുകളും ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫ്ലാഷ് ബാക്കിൽ അനുപമ പരമേശ്വരൻ വരുന്നുണ്ട്. കിട്ടിയ ചെറിയ ഗ്യാപ്പിൽ സാമാന്യം നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് മത്സരിച്ചിട്ടുണ്ട് ഈ സിനിമ ഇനി മോശമാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും വളരെ മോശമാണ്. പിന്നെ ഈ ഹോൾ പടത്തിൽ പോസിറ്റീവ് ഒന്നുമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് പറയാവുന്നത് ഒരൊറ്റ ഡയലോഗാണ്. ഇത് ജാതി ഇല്ലെന്ന് சொல்றവനോട് ജാതി തേടുന്നത് മുതല നിർത്തിയ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഒരു ഡയലോഗ് മാത്രമാണ് ഈ മൊത്തം പടത്തിൽ എനിക്ക് കൊള്ളാം എന്ന് തോന്നിയത്. ഈ ഒരു ഡയലോഗിന് വേണ്ടി നിങ്ങൾ സിനിമ കാണാതെ നിൽക്കേണ്ടപ്പോൾ കേട്ടാലും മതി. ഓക്കെ, പോട്ടെ. വളരെയധികം സമയം നിങ്ങളുടെ കയ്യിലുണ്ട്. സമയം കളയാമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സംഭവം ഒന്ന് തലവെച്ച് നോക്കാം എന്ന് മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.